2016 മുൻപുള്ള UDF കാലം KSRTCയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളുടേതായിരുന്നു. ഓടിയാലും ഇല്ലെങ്കിലും നഷ്ടം നേരിടുന്ന ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു അന്ന്. കേവലം 1220 കോടി രൂപയുടെ സർക്കാർ സഹായം മാത്രമാണ് അന്ന് നൽകപ്പെട്ടത്. വരുമാനത്തെക്കാൾ ചെലവ് കുറിച്ചു വന്നതോടെ പ്രതിവർഷം 600 കോടിയിലധികം രൂപയുടെ നഷ്ടവും 3144 കോടിയുടെ ഭീമമായ കടബാധ്യതയുമാണ് കോർപ്പറേഷനെ ശ്വാസം മുട്ടിച്ചത്. തുച്ഛമായ വരുമാനവും പഴഞ്ചൻ ബസ്സുകളും പെൻഷൻ പോലും മുടങ്ങുന്ന അവസ്ഥയിൽ KSRTCയുടെ നിലനിൽപ്പിനെ തന്നെ അന്ന് ചോദ്യം ചെയ്തിരുന്നു. 2016 ശേഷം LDF സർക്കാർ KSRTCയെ കൈവിട്ടില്ല. 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 11,787 കോടി രൂപയുടെ റെക്കോർഡ് സാമ്പത്തിക സഹായമാണ് സർക്കാർ നൽകിയത്. വരുമാനം 3,155 കോടി രൂപയിലേക്ക് കുതിച്ചുയർന്നു. ദീർഘദൂര സർവീസുകൾക്കായി K-Swift എന്ന നൂതന സംരംഭം ആരംഭിക്കുകയും പരിസ്ഥിതി സൗഹൃദമായ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുകയും ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായി കൃത്യമായ പെൻഷൻ ഉറപ്പാക്കിയതും കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സിംഗിൾ ഡ്യൂട്ടി സിസ്റ്റം നടപ്പിലാക്കിയതും ഈ കാലയളവിലെ വിപ്ലവകരമായ മാറ്റങ്ങളാണ്. ഇന്ന് KSRTC വെറും ഒരു ബസ് സർവീസ് മാത്രമല്ല, അത് ഡിജിറ്റൽ യുഗത്തിനൊപ്പം സഞ്ചരിക്കുകയാണ്. ചലോ ആപ്പിലൂടെ ബസ്സുകളുടെ തത്സമയ വിവരങ്ങളും സ്മാർട്ട് ട്രാവൽ കാർഡുകളും യാത്രക്കാർക്ക് ലഭ്യമാണ്. ഗ്രാമവണ്ടി, സമുദ്ര, സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ, കൊറിയർ സർവീസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന വരുമാന മാർഗങ്ങളാണ് ഇന്ന് തുറന്നിരിക്കുന്നത്. ദേശീയ പുരസ്കാരങ്ങളുടെ തിളക്കത്തിൽ മികച്ച യാത്രാ സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കി KSRTC ഇന്ന് ജനങ്ങളുടെ വിശ്വസ്ത സേവനമായി കരുത്തോടെ മുന്നോട്ട് കുതിക്കുന്നു.